പുതിയ പോളിസി ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞാൽ ഉടനെ വരുന്നതാണ്. അതിനകത്ത് നമ്മളിപ്പോൾ 1-ാം തീയതി ഡ്രൈ ഡേ എടുത്തു കളയും. ബാക്കി സമയത്തിൻ്റെ കാര്യങ്ങളൊക്കെ അന്ന് കഴിഞ്ഞ ജനറൽ ബോഡി മീറ്റിങ്ങിന് പറഞ്ഞിരുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്തു തരുന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കണം. 10 വർഷങ്ങൾക്ക് ശേഷം സംസ്ഥാന രാഷ്ട്രീയത്തിൽ വീണ്ടും ബാർക്കോഴ ആരോപണം ഉയരുകയാണ്. ഡ്രൈ ഡേ പിൻവലിക്കുന്നത് ഉൾപ്പെടെയുള്ള തീരുമാനങ്ങൾ അനുകൂലമാക്കാനാണ് പണപ്പിരിവ് എന്നാണ് ശബ്ദ സന്ദേശം. ഇടുക്കി ജില്ലയിൽ നിന്ന് ഇത്രയും ഹോട്ടൽസ് ഉള്ളതിന്ന് ഒരു ഹോട്ടൽ, അതായത് സ്പൈസ് ഗ്രൂപ്പ് ഹോട്ടൽസ് അണക്കര 2.5 ലക്ഷം രൂപയിലാണ്ട് ഒരു ഹോട്ടലും തന്നിട്ടില്ല എന്നുള്ള വിവരം എല്ലാവരും അറിയിക്കുകയാണ്. കൊച്ചിയിൽ ചേർന്ന ബാർ ഉടമ സംഘടനാ നേതാക്കളുടെ യോഗത്തിന് ശേഷമാണ് പ്രതികരണം. സംസ്ഥാന പ്രസിഡന്റിന്റെ അറിവോടുകൂടിയാണ് നിർദ്ദേശമെന്നും അനിമോൻ പറയുന്നു. ഇതൊന്നും കൊടുക്കാണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാമെന്ന് പറഞ്ഞ് പല ആൾക്കാരും വന്നതായിട്ടും പ്രസിഡന്റ് പറഞ്ഞു. അങ്ങനെയുള്ളവരുടെ കൂടി ആ രീതിയിൽ പോവുക. ഏതായാലും ഇത് വലിയൊരു നമ്മൾ സഹകരിച്ചില്ലെങ്കിൽ വളരെ ഒരു നാശത്തിലേക്കാണ് പോകുന്നത്. നടത്തിയ പ്രസ്താവനകളെല്ലാം ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും അനിമോനെ സംഘടനയിൽ നിന്നും സസ്പെൻഡ് ചെയ്തുവെന്നും സംസ്ഥാന പ്രസിഡന്റ് സുനിൽകുമാർ വ്യക്തമാക്കി. ഞങ്ങൾ ഒരു പണപ്പിരിവും ഈ 7 വർഷത്തിനിടെ ചെയ്തിട്ടില്ല. കെട്ടറ ഫണ്ട് മാത്രം. സംഘടനയ്ക്ക് നിരക്കാത്ത രീതിയിൽ വേറൊരു അസോസിയേഷൻ രൂപീകരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി എന്നുള്ളത് കൊണ്ട് തന്നെ അനിമോനെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചു. ബാറുകളുടെ പ്രവർത്തന സമയം കൂട്ടലും ഡ്രൈ ഡേ പിൻവലിക്കലും അടക്കമുള്ള വിഷയത്തിലെ ചർച്ചകൾ സജീവമായിരിക്കുകയാണ് അത്യന്തം ഗുരുതരമായ ആരോപണം. അതിനാൽ തന്നെ ഇത് വലിയ രാഷ്ട്രീയ കോളിളക്കങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. മൽത്തേനംബർവിൽ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം അതിഥികളായി ചേരുന്നത് ഇടത് സഹയാത്രികൻ റെജി ലൂക്കോസ്, കോൺഗ്രസ് നേതാവ് എ ഷുക്കൂർ, KCBC മദ്യവിരുദ്ധ സമിതിയുടെ നേതാവ് സംസ്ഥാന ഭാരവാഹി പ്രസാദ് കുരുവിള എന്നിവരാണ്. ശ്രീ റെജി ലൂക്കോസ്, 2ാം ബാർക്കോഴ, ആദ്യ കോഴ കേരളത്തെ ഇളക്കിയതാണ്. ഉമ്മൻചാണ്ടി സർക്കാരിനെ മുൾമുനയിൽ നിർത്തി KM മാണി രാജിവെക്കേണ്ട സാഹചര്യം, പ്രതിപക്ഷം ഏറ്റെടുത്ത സമരം ചരിത്രത്തിൽ ഇടം പിടിച്ചതാണ്. നിയമസഭയിലെ ആ ഒരു സമാനതകൾ ഇല്ലാത്ത പ്രതിപക്ഷ സമരത്തിൻ്റെ കാഴ്ചകൾ അങ്ങനെ ഇപ്പോൾ 2ലേക്ക് അതിൻ്റെ ഒരു പതിപ്പായി രൂപപ്പെടുകയാണോ? അന്നും ഒരു ബാർ സന്ദേശം, ഒരു ശബ്ദ സന്ദേശത്തിൽ നിന്നും തുടങ്ങിയതാണ് കാര്യങ്ങൾ. ഇന്നിപ്പോൾ ബാർ ഉടമകളുടെ ഒരു ഫോറത്തിൽ, ഒരു സോഷ്യൽ മീഡിയ ഫോറത്തിൽ സംസ്ഥാനത്തെ ഭാരവാഹി, ഒരു വൈസ് പ്രസിഡന്റേതാണ് സംസ്ഥാന സർക്കാരിൻ്റെ മദ്യനയം രൂപപ്പെടുന്നതിന് മുൻപേ ഒരു പണപ്പിരിവിൻ്റെ ആഹ്വാനമായി വരുന്നത്. ഇതിൽ സർക്കാർ മറുപടി പറയേണ്ട വിഷയമാണോ ശ്രീ റെജി ലൂക്കോസ്? പ്രതീക്ഷ ആദ്യമായിട്ട് പറയാനുള്ളത്, ഇത് ആദ്യമായിട്ട് ശബ്ദരേഖ പുറത്തു വരുന്നത് മാതൃഭൂമി ന്യൂസിലൂടെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനത് കണ്ടതാണ്. അമർ തേവലമർപ്പിൽ എന്ന റിപ്പോർട്ടറാണ് ഇത് റിപ്പോർട്ട് ചെയ്തത്. അദ്ദേഹം തന്നെ പറഞ്ഞു ഈ ശബ്ദരേഖയെക്കുറിച്ചിന്റെ ആധികാരികതയെക്കുറിച്ച് സംശയമുണ്ടെന്ന് അദ്ദേഹം തന്നെ പറയുന്നു. അപ്പോൾ തന്നെ അതിന്റെ വസ്തുതകൾ ഏതാണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായി. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ബാർ സ്പെഷ്യലിസ്റ്റ് അല്ലെങ്കിൽ ബാർക്കോഴ സ്പെഷ്യലിസ്റ്റുകൾ അടങ്ങുന്നതാണല്ലോ ഈ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയം. ഈ പറയുന്ന ഈ ആരോപണം അല്ലെങ്കിൽ ഈ ശബ്ദരേഖ ഉന്നയിച്ചിരിക്കുന്ന വ്യക്തി ഇവിടെ രാഷ്ട്രീയം നോക്കുമ്പോഴത്തേക്കും ഇതിപ്പോ ഈ സർക്കാരിനെതിരെ ഇതുവരെ ഒരു വിഷയദാരിദ്ര്യത്തിൽ നിന്നും ഒരു വിഷയം ഉണ്ടാക്കാനായിട്ടുള്ള ഒരു ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ശബ്ദരേഖയാണെന്നുള്ളത് വളരെ വ്യക്തമാകുന്നുണ്ട്. അതിന് ആധികാരികമായിട്ടുള്ള മറുപടി പിന്നെയുണ്ട്. അതായത് 820ഓളം അംഗങ്ങളടങ്ങുന്ന ഈ ബാർ അസോസിയേഷന്റെ വൈസ് പ്രസിഡന്റാണ് ഈ ശബ്ദരേഖയുടെ ഉടമയായ ഈ പറയുന്ന ബാറിന്റെ ഉടമ. ഇടുക്കി ഡിസ്ട്രിക്റ്റിലെ ബാറിന്റെ ഉടമയാണ്. ഈ ശബ്ദരേഖ വന്നിരിക്കുന്നത് ഇടുക്കി ജില്ലയിലെ ബാർ അസോസിയേഷന്റെ വാട്സാപ്പ് കൂട്ടായ്മയിലാണ്. ഇയാള് കഴിഞ്ഞ ദിവസം അവരുടെ പ്രസിഡന്റ് തന്നെ പത്രസമ്മേളനത്തിൽ നിന്ന് പറഞ്ഞു, ഇയാൾ കഴിഞ്ഞ ദിവസം എറണാകുളത്ത് കൂടിയ ഈ ബാർ ഉടമസ്ഥരുടെ സംഘടനയിൽ അദ്ദേഹം ഒരു വിമത ഗ്രൂപ്പ് ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തിയതിന്റെ പേരിൽ, ഇതുപോലത്തെ ആരോപണങ്ങൾ ഉന്നയിച്ചതിന്റെ പേരിലും അദ്ദേഹത്തെ സംഘടനയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ വളരെ വ്യക്തമായി കഴിഞ്ഞു. തന്നെയുമല്ല, 2016 അധികാരമേറ്റ പിണറായി വിജയനാണ് ഈ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന അന്നത്തെ തൊട്ടു മുമ്പത്തെ UDFന്റെ മുഖ്യമന്ത്രി VM സുധീരനോടുള്ള ശത്രുതയുടെ പേരിൽ ഒരു തുണ്ടുകടലാസമായിട്ട് വന്ന് കേരളത്തിൽ മദ്യനിരോധനം പ്രഖ്യാപിച്ചത്. കുറെ ഏതാണ്ട് 320ഓളം ബാറുകൾ അന്ന് തന്നെ അടയ്ക്കുകയും ചെയ്തു. അത് സുധീരന്റെ ബലപ്പെടുത്തുകൊണ്ടാണ് സംഭവിച്ചത്. അത് യാതൊരു രീതിയിലും ആരുമായിട്ട് സംസാരിക്കാതെ കണ്ട് ഒരു വ്യക്തിയുടെ മാനസിക സംഘർഷത്തിന്റെ പേരിൽ, ശത്രുതയുടെ പേരിൽ എടുത്തൊരു തീരുമാനമായിരുന്നു. അത് കേരളത്തിന്റെ വികസനത്തെയും ടൂറിസം വികസനത്തെയും അപ്പാടെ തകർക്കുന്ന ഒരു തീരുമാനമായിപ്പോയി. 2016 പിണറായി വിജയൻ സർക്കാർ അധികാരമേറ്റ ഒരു വർഷത്തിനുള്ളിൽ തന്നെ ആ തീരുമാനം പിൻവലിച്ചു. കുംഭമേളം നടത്താനാണെങ്കിൽ അന്ന് കുംഭമേളം നടത്താൻ പറ്റായിരുന്നോ? ഈ പറയുന്ന പണം, സാമ്പത്തികമായിട്ടുള്ള നേട്ടം അന്ന് വേണമെങ്കിൽ തുറക്കാനായിട്ട് ഈ ബാർ ഉടമകളോട് ആവശ്യപ്പെട്ടാൽ എത്ര കോടികളും കൊടുക്കുമായിരുന്നു. ഒറ്റ രൂപ പോലും ഈ ഗവൺമെന്റ് വാങ്ങിച്ചില്ല. ഇന്നിപ്പോ ആർക്കും
പിന്നെ അതിന്റെ സ്പെസിഫൈ ചെയ്യുന്ന പിന്നെ ക്രൈറ്റീരിയ കൃത്യമായിട്ടുണ്ടെങ്കിൽ ഏതൊരു വ്യക്തിക്കും ബാർ കിട്ടുന്ന രീതിയിലുള്ള സുതാര്യമായ ഒരു സംവിധാനമായിട്ട് അത് മാറി. പണ്ട് അങ്ങനെയല്ലായിരുന്നു. പണ്ട് ലക്ഷങ്ങൾ കോഴ കൊടുക്കണമായിരുന്നു. ഇന്നിപ്പോൾ ഓൺലൈനിൽ തന്നെ അപ്ലൈ ചെയ്യാം. അവര് വന്ന് അതിന്റെ മെഷർമെന്റ് എല്ലാം നോക്കി കൃത്യമാണെന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബാറിന് ലൈസൻസ് കൊടുക്കും. ഇതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ രജി ലൂക്കോസ്, ഞാൻ താങ്കളിലേക്ക് എത്താം. താങ്കൾ പറഞ്ഞത് ആ 2-3 കാര്യങ്ങളിൽ അതിൽ മറുപടി കൂടി പറയേണ്ട കാര്യങ്ങൾ ഉണ്ടായിരുന്നു. താങ്കൾ പറഞ്ഞു പോയി ന്യായീകരിച്ചു പോയത് ഈ ശബ്ദരേഖയുമായി ബന്ധപ്പെട്ടാണ്. പക്ഷേ അതിലെ ചില വ്യക്തത കുറവുകൾ ചൂണ്ടിക്കാണിക്കാൻ താങ്കളിലേക്ക് മടങ്ങിയെത്താം. ശ്രീ പ്രസാദ് കുരുവിള, എ ഷുക്കൂറിന്റെ കണക്ഷൻ റെഡിയാക്കിയ ശേഷം ഷുക്കൂറിലേക്ക് എത്താം. പ്രസാദ് കുരുവിള KCBC-യുടെ മദ്യവിരുദ്ധ സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റാണ്. ശ്രീ പ്രസാദ് കുരുവിള, KCBC എന്തുകൊണ്ടാണ് സർക്കാർ ഇവിടെ ഒരു മദ്യപ്രളയം സൃഷ്ടിക്കുന്നു എന്ന ശക്തമായ രീതിയിൽ സർക്കാരിനെതിരെ രംഗത്ത് വരാൻ കാരണം? അതിൽ ഈ സർക്കാർ, ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഈ മദ്യവുമായി ബന്ധപ്പെട്ട നിലപാടുകളെ കൂടി നിങ്ങൾ ചോദ്യം ചെയ്യുകയാണോ? സർക്കാരിൻ്റെ മദ്യനയം പൂർണ്ണമായും വന്നിട്ടില്ല എന്നാണ് ഇന്ന് എക്സൈസ് മന്ത്രി തന്നെ പറഞ്ഞത്. പക്ഷേ അതിനു മുമ്പ് ഏത് സാഹചര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് നിങ്ങളിങ്ങനെ ശക്തമായ ആക്ഷേപം സർക്കാരിനെതിരെ ഉന്നയിക്കുന്നത്? ചരിത്രത്തിലെ ഏറ്റവും ജനദ്രോഹപരമായ ഒരു നയത്തിലൂടെയാണ് ഈ സർക്കാർ കടന്നു പോകുന്നത്. അത് ഒരു കാരണവശാലും പുതിയൊരു നയം രൂപീകരണ ഘട്ടത്തിലാണ്, അല്ലെങ്കിൽ അതിന്റെ നയം പ്രഖ്യാപിച്ചില്ല എന്ന് പറഞ്ഞാൽ പോലും കഴിഞ്ഞ ഒരു 8 വർഷക്കാലമായിട്ട് എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നമുക്കറിയാം, അധികാരത്തിലേറിയാൽ ഒരു തുള്ളി മദ്യം പോലും, നിലവിലുള്ള മദ്യത്തിൽ നിന്നും ഒരു തുള്ളി മദ്യം പോലും കൂടുതലായിട്ട് അനുവദിക്കില്ല എന്ന് പറഞ്ഞ് അധികാരത്തിലേറിയ ഒരു മുന്നണിയാണ് ഇടതുപക്ഷ സർക്കാർ. പക്ഷേ ഇവർ കയറുമ്പോ 29 ബാറുകൾ മാത്രമുണ്ടായിരുന്നത് ഇപ്പോൾ ഏതാണ്ട് 1000-ലധികം ബാറുകൾ നമ്മുടെ സംസ്ഥാനത്ത് ഇവർ സ്ഥാപിച്ചു കൊടുത്തിരിക്കുക. കുടിവെള്ളം ഇല്ലാത്ത സമയത്ത് കുടിവെള്ളം എത്തിച്ചു കൊടുക്കാൻ സാധിക്കുന്ന സർക്കാരാണ് ഇത്തരണത്തില് ഈ ബാറുകൾക്ക് മുൻഗണന കൊടുക്കുന്നത്. ഇത് നമ്മൾ പൊതുസമൂഹത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ചില കാര്യങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. നമ്മുടെ കേരളത്തിലെ മുഴുവൻ പനകളും തെങ്ങുകളും ചെത്തിയാലും 1 മണിക്കൂർ പോലും വിൽക്കാനുള്ള കള്ള് കേരളത്തിലെ ഷാപ്പുകളിൽ ലഭിക്കില്ല എന്നിരിക്കെ കേരളത്തിൽ 24 മണിക്കൂറും ത്രൂ ഔട്ട് കള്ള് വിൽക്കപ്പെടുന്നുണ്ട്. ആ കള്ളിനെ വീണ്ടും ഇവര് ബാറുകളിൽ വിൽക്കപ്പെടാൻ തയ്യാറാകാൻ പോവുകയല്ലേ? റെസ്റ്റോറന്റുകൾ കള്ള് വിൽക്കാൻ തയ്യാറാവുകയല്ലേ? അതാണ് ഞങ്ങൾ പറഞ്ഞ ചരിത്രത്തിലെ ഏറ്റവും ജനദ്രോഹപരമായ ഒരു നയത്തിലൂടെ ഇവർ നയം സാധാരണ പ്രഖ്യാപിക്കാറില്ല. സാധാരണ മുൻകാലങ്ങളിൽ ഈ മദ്യവിരുദ്ധ പ്രസ്ഥാനങ്ങളുമായിട്ട് ഇവർ ചർച്ച ചെയ്യാറുണ്ടായിരുന്നു മദ്യനയവുമായിട്ട് ബന്ധപ്പെട്ട്. ശ്രീ പ്രസാദ് കുരുവിള, ഒരു കാര്യം, കാരണം ഈ സർക്കാർ ലൈസൻസിന്റെ ഫീ വർദ്ധിപ്പിക്കുന്നു, പിന്നീട് പിഴ ഈടാക്കുന്നു. ശക്തമായ രീതിയിൽ ഈ ബാറുകൾ അല്ലെങ്കിൽ ആ ബാറുകളുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ അതിൽ പിഴ ഈടാക്കുന്നു എന്നൊക്കെ പറയുന്നു. അതിൽ ശരികേടുണ്ടോ? കാരണം പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഈ ടേൺ ഓവർ ടാക്സ് ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ പിരിച്ചെടുക്കാൻ സർക്കാരിന് കഴിയുന്നില്ല. പിന്നീടുള്ള GST പരിശോധനകൾ കാര്യക്ഷമമല്ല. മറ്റ് ഇളവുകളൊക്കെ തന്നെ, അല്ലെങ്കിൽ പരിശോധന, ഇപ്പോൾ ഇന്നലത്തെ മെനഞ്ഞാന്നത്തെ ബാറുടമകളുടെ അജണ്ടയിൽ പോലും എക്സൈസിന്റെ പരിശോധനയെക്കുറിച്ചാണ് അവർ ഒരു അജണ്ടയിൽ ഒന്നായി നിശ്ചയിക്കുന്നത്. അതായത് അപ്പോൾ എക്സൈസിന്റെ ഈ പരിശോധനയ്ക്ക് വിലങ്ങ് തള്ളിയിടാനുള്ള സമ്മർദ്ദം പോലും ചെലുത്താൻ ശേഷിയുള്ള ഒരു സംഘടന നിലയിലാണോ അവർ പറഞ്ഞത്? എക്സൈസ് മന്ത്രിയുടെ വാദങ്ങളെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? സാധാരണഗതിയിൽ എക്സൈസ് മന്ത്രിയും സർക്കാരും അവരെ ന്യായീകരിച്ചല്ലേ പറയാൻ സാധിക്കുകയുള്ളൂ, അവരങ്ങനല്ലേ പറയുള്ളൂ. അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ ഇപ്പൊ ആധികാരികമായിട്ട് പറയാൻ നമ്മൾ ആളല്ല. പറഞ്ഞോളൂ. അല്ല, ഞാൻ പറഞ്ഞ ഈ മന്ത്രിയായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ പിരിച്ചെടുക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പറയാൻ നമ്മളിപ്പം ആധികാരികമായിട്ട് പറയാൻ നമ്മൾ ആളല്ല. ഞങ്ങളിവിടെ സൂചിപ്പിക്കുന്ന നിലവിലുള്ള നയം, അത് പുതിയ നയമാണെങ്കിലും അല്ലെ പുതിയ നയം വരാൻ പോകുന്ന നയമാണെങ്കിലും പഴയ നയമാണെങ്കിലും ഇവിടെ ഏറ്റവും ജനദ്രോഹപരമായ ഒരു നയത്തിലൂടെയാണ് ഇവര് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. മദ്യപരുടെ ബലഹീനതയെ ചൂഷണം ചെയ്യുന്ന ഒരു സംസ്കാരത്തിലൂടെ ഇവർ കടന്നു പോവുകയാണ്. മദ്യലഭ്യത ഇവിടെ കുറയ്ക്കേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം IT പാർക്കുകളിൽ വരാൻ പോകുമെന്ന് പറയുന്നല്ലോ. IT പാർക്കുകളിൽ മദ്യശാലകൾ സ്ഥാപിക്കാൻ പോവുകയാണ്. ഏറ്റവും സമർത്ഥരും വിദഗ്ധരുമായ ആളുകളാണല്ലോ IT പാർക്കിലെ ജീവനക്കാർ, ഉദ്യോഗസ്ഥര്. പക്ഷെ അവരുടെ വൈദഗ്ധ്യത്തെ പോലും, അവരുടെ ഒരു ബുദ്ധിഭ്രമം ഉണ്ടാക്കുന്ന രീതിയിലുള്ള സംവിധാനത്തിലേക്ക് കടന്നു പോകാൻ വേണ്ടി IT പാർക്കുകളിൽ പോലും മദ്യശാലകൾ അനുവദിക്കാനുള്ള നീക്കം നടത്തുക, ഞങ്ങൾ അതിനെയൊക്കെയാണ് എതിർക്കുന്നത്. തീർച്ചയായിട്ടും യാതൊരു കാരണവശാലും ഇത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു നയമല്ല.
ഞങ്ങളതിനെ ശക്തമായിട്ട് എതിർക്കുകയും ചെറുക്കുകയും ചെയ്യുമെന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കുവാൻ. ശരി, വളരെ ശ്രീ പ്രസാദ് കുരുവിള KCBC മദ്യവിരുദ്ധ സമിതിയുടെ നിലപാട് ശക്തമായി മുന്നോട്ട് വെച്ചതിന്. ശ്രീ റെജി ലൂക്കോസ്, ഇവിടെ ഒരു സംസ്ഥാന സർക്കാർ അധികാരമേൽക്കുമ്പോൾ കഴിഞ്ഞ സർക്കാരിന്റെ മദ്യ നയത്തെ ഒക്കെ തന്നെ എതിർത്തുകൊണ്ടും അല്ലെങ്കിൽ അന്നത്തെ കോഴയൊക്കെ തന്നെ വിമർശിച്ചുകൊണ്ടും ഇവിടെ മദ്യമൊഴുകില്ല, യുവതലമുറ മദ്യത്തിന്റെ പിടിയിലേക്ക് അമരില്ല, പുതിയ ഷാപ്പുകൾ അല്ലെങ്കിൽ മദ്യശാലകൾ തുറക്കില്ല എന്ന് പറഞ്ഞ് അധികാരമേറ്റു. പിന്നീടുണ്ടായ സംഭവങ്ങൾ, പുതിയതാ മദ്യനയം വരാൻ പോകുന്നു, ആ ഡ്രൈ ഡേ അത് മാറ്റാനുള്ള നീക്കം നടക്കുന്നു, ചർച്ചകളൊക്കെ നടന്നു. മന്ത്രി ഒരുപക്ഷെ അതിന്റെ തീരുമാനം സംബന്ധിച്ചുള്ള കാര്യത്തിലെ ഒരു സാങ്കേതികത ചൂണ്ടിക്കാട്ടിയെങ്കിലും ആ നീക്കങ്ങളൊക്കെ നടന്നു കഴിഞ്ഞു. ഈ പറയുന്ന സമയക്രമത്തിന്റെ മാറ്റം, ആ 11 എന്നുള്ളത് അതിൽ ഇളവ് വരാൻ പോകുന്നു. പിന്നീട് അങ്ങനെയുള്ള ഈ ഇളവുകൾ ഇക്കാര്യത്തിൽ അത് സ്വാഭാവികമായും ചൂണ്ടിക്കാട്ടപ്പെടുകയാണ്. KCBC പോലെയുള്ള സംഘടനകൾക്കൊക്കെ സർക്കാരിനെതിരെ ശക്തമായി രംഗത്ത് വരേണ്ടി വരുന്ന സാഹചര്യം അത് ഒരുക്കിയതല്ലേ സർക്കാർ ഒരർത്ഥത്തിൽ? ഇത് രണ്ട് രീതിയിൽ കാണണം. ഒന്ന്, ഇന്ന് ഈ തട്ടിപ്പ് ആരോപണം ഈ ഓഡിയോ വെളിയിൽ വന്നപ്പോൾ തന്നെ എം.പി. രാജേഷ്, ബഹുമാനപ്പെട്ട എക്സൈസ് മന്ത്രി, പത്രസമ്മേളനത്തിൽ പറഞ്ഞൊരു കാര്യം വളരെ ആധികാരികം. അദ്ദേഹം പറഞ്ഞെന്താ, ഇതുവരെ സർക്കാരിന്റെ പുതിയ മദ്യനയത്തെ കുറിച്ച് ഒരു ചർച്ചകൾ പോലും നടത്തിയിട്ടില്ല. IT മേഖലകളിൽ അല്ലെങ്കിൽ IT ഹബ്ബുകളിൽ ഇതിനെ കുറിച്ചുള്ള തീരുമാനം എടുക്കുന്നത് നേരത്തെ തന്നെ തീരുമാനം അത് നിയമസഭ സമിതി അതിന് അംഗീകാരം കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഈ ഇല്ലാത്തൊരു മദ്യനയത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നത്? അപ്പൊ ഇതിന്റെ പിന്നിൽ ഒരു ഗൂഢാലോചന നടത്തുന്നുണ്ടെന്നുള്ളത് വളരെ വ്യക്തമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ചർച്ച തുടക്കത്തിൽ പറഞ്ഞത്, ബാർക്കോഴ കുംഭകോണത്തിൽ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന കോൺഗ്രസ്സുകാരും അതിന് പറയാൻ കാരണം കെ മാണി സാറിനെ ബാർക്കോഴ കുംഭകോണത്തിൽ അകപ്പെട്ട് അദ്ദേഹത്തിനെ നാണം കെടുത്തി രാജിവെപ്പിച്ചേക്ക് പിന്നിൽ കോൺഗ്രസ്സുകാരായിരുന്നു. ഒരു കാര്യം താങ്കൾ പറഞ്ഞല്ലോ, ഈ അനിമോന്റെ കാര്യത്തിൽ ഒരു കാര്യം പറഞ്ഞല്ലോ, അനിമോൻ അല്ലെങ്കിൽ രാഷ്ട്രീയമുണ്ട്. അനിമോൻ കഴിഞ്ഞ ഈ കെ മാണിയുടെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഈ കോഴയുമായി ബന്ധപ്പെട്ട് ഈ ശബ്ദരേഖ പുറത്തു വരികയും ബിജു രമേശ് ആ ശബ്ദരേഖ പബ്ലിക്കിലേക്ക് ഓൺ ചെയ്യുകയൊക്കെ ചെയ്യുന്നതും ഈ അനിമോന്റെ ശബ്ദരേഖയുമായി ബന്ധപ്പെട്ട് അത് UDF പിടിച്ചുലക്കിയ ശബ്ദരേഖയുടെ കൂടി ഭാഗമായിരുന്നു. അത് ഒന്ന്. ഈ പറയുന്ന രീതിയിൽ താങ്കൾ പറയുന്നു ഈ ഇങ്ങനെ ഒരു അജണ്ട അല്ലെങ്കിൽ ഈ പറയുന്ന സംസ്ഥാന പ്രസിഡന്റ് പറയുന്നുണ്ടല്ലോ, സംസ്ഥാന പ്രസിഡന്റ് സുനിലിന്റെ രാഷ്ട്രീയം നമുക്ക് നന്നായിട്ട് അറിയാം. സുനിൽ പറഞ്ഞ ഒരു കാര്യം എന്താണ്, ഇന്ന് രാവിലെ ഇവിടെ ഒരു പുതിയൊരു അവരുടെ സംസ്ഥാനത്തെ ബിൽഡിംഗ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് 6 കോടി സമാഹരിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള വിളിച്ച യോഗം. പക്ഷേ ഇന്നലെ നടന്ന ആ അവരുടെ അജണ്ടയിൽ, സംസ്ഥാന എക്സിക്യൂട്ടീവ് അജണ്ടയിൽ പറയുന്ന മുന്നോട്ട് വയ്ക്കപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒന്ന് മദ്യനയത്തിലെ പുതിയ മദ്യനയത്തിലെ കാര്യങ്ങൾ, 2 അതിൽ 2 എക്സൈസിന്റെ പരിശോധന, ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ പണപ്പിരിവുമായി ബന്ധപ്പെട്ടോ ഈ സംസ്ഥാനത്തെ ഈ ബിൽഡിംഗ് ബന്ധപ്പെട്ടോ ഒന്നുമില്ല. അപ്പോൾ ഒരുപാട് സംശയിക്കേണ്ട കാര്യങ്ങൾ അവിടെയുമുണ്ട്. ശ്രീ റെജി ലൂക്കോസ്, അല്ല, അതിനകത്ത് യാതൊരു സംശയത്തിന്റെ ആവശ്യമില്ല. കാരണം ഒന്നാമത്തെ ഏറ്റവും ആദ്യമായിട്ട് ആധികാരികമായിട്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിലെ ഏതെങ്കിലും മന്ത്രിയോ അല്ലെങ്കിൽ ഏതെങ്കിലും സംവിധാനമോ അല്ലെങ്കിൽ CPM എന്നൊരു പാർട്ടിയോ അഴിമതി നടത്തുമെന്ന് ഉള്ള ഒരു ചെറിയ ചിന്തയ്ക്ക് പോലും കേരളത്തിൽ അടിസ്ഥാനമില്ലെന്നുള്ളതാണ്. അങ്ങനെ ഒരു അഴിമതി നടത്തുന്ന സർക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടായിട്ടുള്ള ഏതെങ്കിലും ഒരു മന്ത്രിമാര് അല്ലെങ്കിൽ ആ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടവര് അല്ലെങ്കിൽ ഇപ്പൊ തുറന്നങ്ങ് പറയാം CPM പാർട്ടി ആണെങ്കിൽ പോലും അധികാരത്തിന്റെ പേരിൽ ഒരു അഴിമതി നടത്തിയിട്ട് ഏതെങ്കിലും ഒരു വാർത്ത എവിടെയെങ്കിലും നിങ്ങൾക്ക് കഴിഞ്ഞ 8 വർഷമായിട്ട് കാണിക്കാൻ പറ്റുമോ? അപ്പൊ ഞാനതാണ് ഈ തുടക്കത്തിൽ പറഞ്ഞല്ലേ, ഏതാണ്ട് 800ഓളം വരുന്ന ബാറുകള് പൂട്ടിക്കിടത്ത സ്ഥാനത്ത് ഈ സർക്കാർ വന്നതിന് ശേഷം തുറന്നു കൊടുത്തു. ഈ നോട്ടെണ്ണൽ യന്ത്രം എന്നൊക്കെ അന്ന് പറഞ്ഞു. ആ എത്രത്തോളം പ്രക്ഷോഭം നിയമസഭയിൽ നടത്തി, നിയമസഭയിലൊക്കെ അതൊക്കെ അതിന്റെയൊക്കെ ആധികാരികമായിട്ടുള്ളത് ഈ ഓണേഴ്സിന്റെ ഈ ബാർ മുതലാളിമാരുടെ സംഘടനാ നേതാക്കൾ പുറത്തേക്ക് കൊണ്ടുവന്ന അല്ലെങ്കിൽ സംഭാഷണങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതിന്റെ തലത്തിലേക്ക് ഈ സർക്കാർ കൂടി എത്തുകയാണോ, അല്ലെങ്കിൽ സർക്കാരിനെ കൂടി അതിന്റെ ഉത്തരവാദിത്തത്തിലേക്ക് മറുപടി പറയത്തക്ക രീതിയിലേക്ക് സർക്കാരിനെ കൂടി പ്രതിസന്ധിയിലാക്കുന്ന രീതിയിലേക്ക് ഈ സംഭാഷണങ്ങൾക്ക് അർത്ഥതലമുണ്ടോ? അല്ല, അതൊരു കൗതുകരമായ ചോദ്യമാണ്. ഞാനതിനോട് മറുപടി 2 തവണ പറഞ്ഞു. പ്രജീഷ് ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ഓഡിയോയുടെ ആധികാരികതയെ കുറിച്ച് നിങ്ങളുടെ റിപ്പോർട്ടർ തന്നെ സംശയം പറഞ്ഞിട്ടുണ്ട്. ഈ ആധികാരികത ഈ പറയുന്ന സംഘടനയിൽ നിന്നും വിമതനായിട്ട് മറ്റൊരു സംഘടന രൂപീകരിക്കാൻ പുറത്തു പോയൊരു വ്യക്തി ഇതേ രീതിയിലുള്ള ഒരു ഓഡിയോ ഇട്ടതിന് നിങ്ങൾ എങ്ങനെയാണ് ആധികാരികമായിട്ട് ഒരു ബാർ മുതലാളിയുടെ വാക്കിനെ ഇതുപോലെ തന്നെ ഈ സർക്കാരിനെതിരായി തിരിച്ചുവിടുന്നത്? അത് തന്നെ വിരോധാഭാസമല്ലേ? അത് തന്നെ ആർക്കെങ്കിലും മനസ്സിലാകുന്ന ഇതേപോലെ ഒരു ബാർ മുതലാളിയുടെ വാക്കുകളാണ് ഉമ്മൻചാണ്ടി സർക്കാരിനെയും കെ മാണിയും തന്നെ വേട്ടയാടലല്ല ആ തലത്തിലേക്ക് അന്ന് ഈ തെളിവുകളൊക്കെ വെച്ച്, ശബ്ദത്തിന്റെ തെളിവുകളൊക്കെ വെച്ചാണ് അന്ന് പോരാട്ടത്തിനും പ്രതിഷേധങ്ങൾക്കും ഒക്കെ ഇറങ്ങിയത്. അതും ഇടതുപക്ഷമായിരുന്നു. അപ്പോൾ ബാർ മുതലാളിമാരുടെ വാക്കുകളെ എല്ലാവരും വിശ്വസിച്ചിട്ടുണ്ട്. പ്രതീക്ഷ അതിലേക്ക് തന്നെയാണ് വരുന്നത്. കാരണം അത് പറയുന്ന കാര്യത്തിൽ യാതൊരു ആർജവക്കുറവുമില്ല. കാരണം കേരളം ചർച്ച ചെയ്ത
വർഷങ്ങളോളം ചർച്ച ചെയ്തൊരു സംഭവമാണ്. 2016 മുമ്പ് തളിപ്പറമ്പിലുള്ള ഒരു ബാറിന്റെ ഉടമയാണ് ഈ മാണി സാറിന്റെ വീട്ടിൽ നോട്ടെണ്ണൽ യന്ത്രം ഉണ്ടെന്നും അദ്ദേഹം പൊൻകുന്നത്ത് ചെന്നപ്പോൾ പൈസ കൊടുത്തിട്ട് പൊൻകുന്നത്ത് ചെന്നപ്പോൾ കേവലം 6000 രൂപ കുറവുണ്ടെന്നും പറഞ്ഞ് മാണി സാർ പിടിച്ചെന്നുള്ള ഒരു കള്ളക്കഥ പുറത്തു വന്നത്. അതിന്റെ പിന്നിൽ ആരായിരുന്നു? അത് ഇടതുപക്ഷം അല്ലായിരുന്നു. അന്ന് ഇതിനെ ഈ ബാർക്കോഴ കുംഭകോണം പുറത്തു കൊണ്ടുവരികയും കെ ബാബു എന്ന് പറയുന്ന മന്ത്രിയുടെ അതിനുള്ള പങ്കിനെ കുറിച്ച് ആരോപണങ്ങൾ ഉയരുകയും മാണി സാറിന്റെ മേൽ ആ കളക്കം ചാർത്തി അദ്ദേഹത്തിനെ അപമാനിച്ച് അദ്ദേഹത്തിനെ ആക്ഷേപിച്ച് ഒരു പരിധിവരെ ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെയാണ് അപമാനിച്ച് ഇറക്കി വിട്ടത് UDF നിന്നും. അത് കേരളം ചർച്ച ചെയ്താൽ സ്വാഭാവികമായിട്ട് ഇത്ര ഒരു കുംഭകോണം പുറത്തു വരുമ്പോൾ പ്രതിപക്ഷത്തിന്റെ കടമ എന്താ? അതിനെതിരെ ആഞ്ഞടിക്കുക എന്നുള്ള ഞാനൊക്കെ എത്രയോ ചർച്ചകളിലെന്ന് പറഞ്ഞ് നിരന്തരമായിട്ട് പങ്കെടുത്തിട്ടുണ്ട്. സ്വാഭാവികമല്ലേ അത്? ഭരണകക്ഷി ഒരു കൊടും കുംഭകോണം നടത്തിയെന്ന് അവർ തന്നെ പുറത്തു കൊണ്ടുവരുമ്പോൾ ഉത്തരവാദിത്തമുള്ള പ്രതിപക്ഷം വായി കെട്ടിയിരിക്കണം. അതാണ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത്. അവിടെ നിശ്ചയമായിട്ടും അതിനെതിരെ പടപൊരുതി പ്രതിപക്ഷം. അതിന്റെ റിസൾട്ടും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ പറയുന്ന ഭരണപക്ഷത്തെ കോൺഗ്രസിന്റെ മൂശയിൽ വാർത്തെടുത്ത ഒരു വലിയ തട്ടിപ്പ് ആരോപണമായിരുന്നു. ശ്രീ റെജി ലൂക്കോസ്, ഒരു കാര്യം, ഈ അനിമോനി സർക്കാരിനെ അടക്കം സർക്കാരിന്റെ പുറത്തേക്ക് വരുന്നതിന് മുൻപേ ഈ മദ്യനയത്തിൽ എന്താണ് ഈ സംസ്ഥാന പ്രസിഡന്റ് സുനിൽകുമാർ പറയുന്നത്? അച്ചടക്ക നടപടി സ്വീകരിക്കും, അല്ലെങ്കിൽ പുതിയ സംഘടന വിമത സംഘടനയ്ക്ക് വേണ്ടി പുറപ്പെടുന്നു. ഇപ്പോഴത്തെ തന്നെ അടക്കം പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിലേക്ക് പറയുന്നു എന്നാണ്. പക്ഷേ ആ വാചകത്തിന്റെ ഒരു കണ്ടന്റ് തുടക്കം മുതൽ പരിശോധിച്ച് നോക്കൂ. അവിടുത്തെ അംഗങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് വളരെ താഴ്മയോടുകൂടി, സംസ്ഥാനത്തെ ഈ സംഘടനയുടെ ഗതികേട്, നമുക്ക് മുന്നിലുള്ള വഴികൾ വേറെയില്ല, പണം പിരിച്ചു കൊടുത്തേ മതിയാകൂ. പിരിച്ചു കൊടുക്കുമ്പോൾ ഈ ഡ്രൈ ഡേ വളരെ പ്രധാനപ്പെട്ട ഈ മദ്യനയത്തിൽ നമുക്ക് ഗുണപരമായിട്ടുള്ള നിലപാടുകൾ ഉണ്ടാകും. ഇങ്ങനെയൊക്കെ പറയുന്നത് ഫേവർ ചെയ്തുകൊണ്ടാണ്, ആ സംഘടനയെ ഫേവർ ചെയ്തുകൊണ്ട് കൂടിയാണ്. അതല്ല ഇനി മറിച്ചാണെങ്കിൽ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്നതെങ്കിൽ ഉടനടി ഈ അനിമോനെതിരെ കേസെടുക്കണം. അനിമോൻ അല്ലെങ്കിൽ ഈ സംഭവത്തിലൊരു അന്വേഷണം, എന്താണ് അതിന്റെ നിജസ്ഥിതി, സംഭവം സത്യമാണോ എന്നറിയാൻ ഒരു അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോണ്ടേ? അതൊക്കെ ഇനി പ്രതീക്ഷിക്കാം. എന്തായാലും ഈ ആരോപണങ്ങളും ഈ പബ്ലിക് ഡൊമൈനിലേക്ക്, ശബ്ദരേഖ വന്നിട്ടേ ഉള്ളൂ. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് സർക്കാർ കടക്കുമോ? ശ്രീ റെജി ലൂക്കോസ്. ഒരു സംശയം വിവരിക്കേണ്ട, ബഹുമാനപ്പെട്ട മന്ത്രി MP രാജേഷ് ഇത് വളരെ ഗൗരവമാണെന്നും അതിനെക്കുറിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്ന അദ്ദേഹം അസറ്റിംഗ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. തന്നെയുമല്ല, ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടെന്ന്, ഒരു വാദത്തിന് വേണ്ടി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഔദ്യോഗിക ഭാരവാഹി അതിന്റെ പ്രസിഡന്റ് അല്ലേ ഈ രീതിയിൽ ഓഡിയോ ഇടേണ്ടത്? അപ്പോൾ സസ്പെൻഷനിൽ പുറത്തായ ഒരാള് ആ സംഘടനയെ തന്നെ അപമാനിക്കാനായിട്ട് ഇട്ടിരിക്കുന്ന ഈ ഓഡിയോയുടെ ആധികാരികത നിങ്ങളുടെ റിപ്പോർട്ടർ തന്നെ സംശയം പ്രകടിപ്പിച്ചിരിക്കുന്നു. പിന്നീട് ഇതിന്റെ വസ്തുതകളെ കുറിച്ച് അറിയാൻ നിങ്ങൾക്ക് മാധ്യമങ്ങൾക്ക് ഈ അനിമോനെ ഫോണിൽ കിട്ടിയിട്ടുണ്ടോ? നേരിട്ടത് കാണാൻ പറ്റിയിട്ടുണ്ടോ? അയാൾ എവിടെയാണെന്നറിയാൻ പറ്റുമോ? അപ്പോൾ സ്വാഭാവിക അണ്ടർസ്റ്റുഡ് അല്ലേ? സാമാന്യ ബുദ്ധിയുള്ള ഏതൊരു വ്യക്തിക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല ഇതിന്റെ പിന്നിലൊരു തട്ടിപ്പുണ്ട്, അവരുടെ സംഘടന തമ്മിലുള്ള പ്രശ്നമാണ്. ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഈ അനിമോൻ ഇതുപോലെ വ്യക്തിപരമായിട്ട് പൈസ ഭരിക്കാൻ അതൊക്കെ എന്താ അധികാരം ഇരിക്കുന്നത്? അതിന്റെ വേറെ ഭാരവാഹികളില്ല, അതിന്റെ പ്രസിഡന്റ് ഇല്ലേ? അത് ഉന്നതനായിട്ടൊരു വ്യക്തി, അയാൾ അത് അറിഞ്ഞിട്ടില്ലെന്ന് പോലും പറഞ്ഞു. പിന്നെ അനിമോൻ കുറെ കാശും പിരിച്ചുകൊണ്ട് AK സെന്ററിന്റെ പടിക്ക് വന്നാൽ അനിമോൻ വിവരം അറിയും. അവിടെ കാശുമായിട്ട് പോകുന്നവരുടെ സങ്കേതമല്ല. ഞാനൊക്കെ പലതവണ കേട്ടിട്ടുണ്ട്, ഏത് വ്യക്തിക്ക് ഓപ്പണേറിൽ AK സെന്ററിൽ ചെന്ന് കയറാം, അല്ലെങ്കിൽ മന്ത്രിയെ ചെന്ന് കാണാം. അവിടെ കാശുമായിട്ട് പോലുള്ളവരൊക്കെ ചെല്ലുക എന്ന് പറഞ്ഞാൽ, അനുമോനെ പോലുള്ളവരൊക്കെ ചെല്ലുക, പിന്നെ പൈസ പിരിച്ച് ചെല്ലുക എന്ന് പറഞ്ഞാൽ അത് കേരളത്തിലൊന്നും വിലപ്പോകത്തില്ല, ഞങ്ങളുടെ പാർട്ടിയിലും വിലപ്പോകത്തില്ല, AK സെന്ററിന്റെ പടിക്ക് പോലും കയറാൻ പറ്റത്തില്ല, വിവരം അറിയും. അപ്പൊ അതുകൊണ്ട് ഈ ഗവൺമെന്റിനെ നാറ്റിക്കാനായിട്ട് മറ്റൊരു ബാർ കുംഭകോണമെന്ന് പറഞ്ഞുകൊണ്ട് യാതൊരു തെളിവുമില്ലാത്തൊരു ഓഡിയോയുമായിട്ട് രംഗത്തിറങ്ങിയാൽ അത് അപഹാസ്യമാവുകയുള്ളൂ. ഐ റിപ്പീറ്റ്, നിങ്ങളുടെ റിപ്പോർട്ടർ അതിനെക്കുറിച്ച് സംശയം പറഞ്ഞിരിക്കുന്നു. ഇതുവരെ ഈ ഓഡിയോ ഇട്ടിരിക്കുന്ന ഈ പറയുന്ന ബാറിന്റെ ഉടമസ്ഥൻ ഇതുവരെ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. അതിന്റെ തന്നെയല്ല, സംഘടനയുടെ ഔദ്യോഗിക ഭാരവാഹികൾ പറയുന്നു ഞങ്ങൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. മടങ്ങിയെത്താം ശ്രീ റെജി ലൂക്കോസ്, മടങ്ങിയെത്താം. ശ്രീ A. ഷുക്കൂർ ലൈനിലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ശ്രീ ഷുക്കൂർ, സർക്കാർ മറുപടി പറയേണ്ട ഒരു വിഷയമേ അല്ല. കാരണം ഒരു ബാർ ഉടമകളുടെ ഒരു ഇന്റേണൽ ഇഷ്യൂ, ആ ഇന്റേണൽ സർക്കിളിൽ വന്ന സംഭാഷണം, ആ സംഭാഷണം മാത്രമാണ്. അവിടെയും ഈ സംഭാഷണത്തിന്റെ ആധികാരികത സംബന്ധിച്ച് സംശയമുണ്ട് എന്നാണ് ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട് പറയുന്നത്. സർക്കാരുമായി ബന്ധപ്പെട്ടവർ ഇത് ഗൗനിക്കുന്നേ ഇല്ല എന്നാണ് ഇന്ന് മന്ത്രി വ്യക്തമാക്കിയത്. നിയമസഭയിൽ കാണാമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. സർക്കാർ സത്യത്തിൽ മറുപടി പറയേണ്ടതുണ്ടോ ശ്രീ ഷുക്കൂർ? തീർച്ചയായും ഇതിന് മറുപടി പറഞ്ഞതേ പറ്റൂ. മാത്രവുമല്ല, ഇതുപോലെ എത്രയോ കൊള്ളകളാണ് നമ്മുടെ സംസ്ഥാനത്ത് ഈ ഗവൺമെന്റ് കഴിഞ്ഞ 8 വർഷക്കാലത്തിനിടയിൽ വന്നതിന് അന്വേഷണം അതുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ എവിടെയാണ് നമ്മൾ ചെന്ന് എത്തി നിൽക്കുന്നത്? അല്ലെങ്കിൽ അതുപോലെ മറ്റ് കരാറുകൾ, മറ്റു രൂപത്തിലുള്ള ഏർപ്പാടുകൾ, ഇവിടെ എല്ലാം നടന്നിരിക്കുന്നത് ഇതുപോലുള്ള കാര്യങ്ങളല്ലേ? ഇപ്പോൾ ഇവിടെ
നമ്മളൊരു ശബ്ദ സന്ദേശം കിട്ടുകയാണ്, അത് ചോർന്നു പോകുന്നു. ആ ശബ്ദ സന്ദേശം അതിന് മറ്റൊരു രൂപത്തിലുള്ള ശാസ്ത്രീയമായ ഒരു ടെസ്റ്റ് നടത്തിയാൽ തന്നെ ആ ശബ്ദം ആരുടേതാണെന്ന് കണ്ടുപിടിക്കാൻ കഴിയും. മാത്രമല്ല, ഔദ്യോഗിക ഒരു ഭാരവാഹി, അതായത് ബാർ ഹോട്ടലുകളുടെ സംസ്ഥാന അടിസ്ഥാനത്തിലുള്ള സംഘടനയുടെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹി ഇങ്ങനെ പറയുകയാണ്, ഇതെല്ലാം കൊടുത്തേ കഴിയും. ഇത് ഇപ്പോൾ മാത്രമല്ല, മുമ്പും ഇതുപോലെ തന്നെ വന്നിട്ടുണ്ട് പലപ്പോഴും. ഈ ഗവൺമെന്റിന്റെ കാലത്ത് തന്നെ കൊടുക്കേണ്ടത് കൊടുക്കണമല്ലോ, തെരഞ്ഞെടുപ്പിലേക്ക് കൊടുക്കേണ്ടത് കൊടുക്കണ്ടേ, എന്നാലല്ലേ സർക്കാർ വന്നു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ കഴിയൂ എന്ന് തെരഞ്ഞെടുപ്പ് ഫണ്ടുമായി ബന്ധപ്പെട്ട് ഇതുപോലൊരു ആക്ഷേപവും ആരോപണവും മുമ്പ് വന്നിരുന്നു. ഇതേ ബാർ ഉടമകൾ തന്നെയാണ്, അവരുടെ സംഘടനകളാണ്. അപ്പോൾ ഈ ഡ്രൈഡേ ഇല്ലാതാക്കാൻ അതിന് കോഴ വേണം എന്നൊരു ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പറഞ്ഞു എന്നാണ് ഇതിൽ നിന്ന് പൊതുസമക്ഷം മനസ്സിലാക്കുന്നത്. അതിന് തെളിവുകളുണ്ട്. ശാസ്ത്രീയമായ പരിശോധനകളുടെ അടിസ്ഥാനത്തിൽ അത് വ്യക്തമായി കണ്ടുപിടിക്കാനും കഴിയും. പിന്നെ എന്തിനാണ് മറുപടി പറയാതെ പോകാൻ പറ്റുക? അത് കഴിയില്ല. എന്തായാലും ഗവൺമെന്റ് ജനങ്ങളുടെ മുമ്പാകെ മറുപടി പറഞ്ഞേ പറ്റൂ. പക്ഷേ ശ്രീ ഷുക്കൂർ, ഈ മദ്യനയം സംബന്ധിച്ചുള്ള ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയിട്ടില്ല. പിന്നെ നമുക്ക് എങ്ങനെ സംശയിക്കാൻ പറ്റുന്നതാണ് ഈ മദ്യ ഉടമകൾക്ക് ഫേവർ ചെയ്യുന്ന തരത്തിലേക്കോ അല്ലെങ്കിൽ അവരുടെ സമ്മർദ്ദത്തിന് വഴിപ്പെടുന്ന ഒരു സാഹചര്യം സർക്കാർ വരുത്തിയിട്ടുണ്ടെന്ന് എങ്ങനെ പറയാൻ കഴിയും? കാരണം എക്സൈസ് മന്ത്രി പറയുന്നു, ഇന്നിപ്പോൾ പറയുന്നു, ഈ ലൈസൻസ് ഫീ അടക്കം ഉയർത്തിയത് ഈ സർക്കാരാണ്. പിന്നീട് നടത്തുന്ന പരിശോധനകൾ, ഇടുന്ന പിഴകൾ, ഇതിലൊക്കെ തന്നെ സർക്കാർ ആ രീതിയിലാണ് ഇടപെടൽ നടത്തുന്നത്. പിന്നീട് ഈ ചർച്ചകൾ ഇങ്ങനെ നടന്നിട്ടേയില്ല. ഒരു മദ്യനയം രൂപീകരിക്കുമ്പോൾ അതിൻ്റെ നടപടിക്രമങ്ങളുണ്ട്, അതിൻ്റെ വകുപ്പുകളിലേക്കൊക്കെ അടക്കം ഫയലുകൾ നീങ്ങി ഇതൊക്കെ ആ രീതിയിലേക്കൊക്കെ എത്തപ്പെടുന്നതാണ് പിന്നീട് ഉണ്ടാകുന്നത്. പക്ഷേ അതിൻ്റെയൊന്ന് കടക്കാതെ വരുമ്പോൾ ഇവരുടെ ഒരു ഫോറത്തിൽ നടക്കുന്ന ഈ ചർച്ചകൾക്ക് എന്തിനാണ് സർക്കാർ മറുപടി പറയേണ്ടത് എന്ന ചോദ്യത്തിൽ പ്രസക്തിയുണ്ടോ? ഒരു പ്രസക്തിയില്ല. ചോദ്യത്തിന് ഈ വന്നിരിക്കുന്ന കാര്യത്തിന് മറുപടി പറഞ്ഞേ പറ്റൂ. എന്നാൽ ഈ ഡ്രൈഡേ പിൻവലിക്കണമെന്ന് സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് സാമ്പത്തികമായ പ്രശ്നങ്ങൾ സർക്കാരിന് അഭിമുഖീകരിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് കൂടുതൽ വരുമാനമുണ്ടാക്കാൻ ഏക മാർഗം ഇതാണ് ഗവൺമെന്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത കാലത്തായി നമ്മൾ വാർത്താ മാധ്യമങ്ങളിലൂടെ നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്നത് ഇതാണ്. അതിനിടയിലാണ് ഇന്ന് പുലർച്ചെ ഇങ്ങനെ ഒന്നും കൂടി വരുന്നത്. അപ്പോൾ ഇതിന്റെ അർത്ഥം എന്താണ്? അപ്പോൾ ഒന്ന് എന്തെങ്കിലും അങ്ങനെയുണ്ടെങ്കിൽ ഈ സംസ്ഥാനത്ത് ഈ പ്രസിഡന്റ്, ഈ ബാർ അസോസിയേഷൻ ഹോട്ടൽ ഉടമകളുടെ പ്രസിഡന്റ് പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ നോക്കണം. അദ്ദേഹം പറഞ്ഞത് ഇതാ, ഈ പ്രധാനപ്പെട്ട പരിഗണന ഞങ്ങളുടെ മുന്നിലുണ്ടായിരുന്നത് ഈ ബിൽഡിംഗ്, സംസ്ഥാനത്ത് അവരുടെ ബിൽഡിംഗ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ്. ഈ ബിൽഡിംഗ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടെങ്കിൽ ഉടനടി വിളിക്കുന്ന, ഇന്നലെ കൂടി എക്സിക്യൂട്ടീവിന്റെ അജണ്ടയിൽ അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. ഉണ്ടായിട്ടുള്ളത് ഈ ബാറുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പുതിയ മദ്യനയം, പിന്നീട് അവരുടെ അജണ്ടയിൽ വന്നത് മറ്റൊന്ന് എക്സൈസിന്റെ ഈ പരിശോധനയുമായി ബന്ധപ്പെട്ടാണ്. പിന്നീട് അദ്ദേഹം പറയുന്നുണ്ട് 6 കോടി രൂപയാണ് ഈ ഒരു അമേരിക്കൻകാരന് നൽകേണ്ടത് അവരുടെ ബിൽഡിംഗ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട്. 4 കോടിയുടെ അടക്കം പിരിക്കാൻ അല്ലെങ്കിൽ അങ്ങനെയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ഈ പറയുന്ന 800 മെമ്പർമാരുണ്ടല്ലോ, അവർ എല്ലാവരും കൂടി 2.5 ലക്ഷം രൂപ പിരിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന തുകയെക്കുറിച്ചൊക്കെ നമുക്കറിയാമല്ലോ നൽകുന്ന. അപ്പോൾ ഈ കളവുകൾ ഒരുപാട് ബോധ്യപ്പെടുകയാണോ? ഇക്കാര്യത്തിൽ തികഞ്ഞ ഒരു അന്വേഷണത്തിന്റെ അനിവാര്യതയിലേക്ക് സർക്കാർ വരികയാണോ? അല്ല, ഇത് നിഷേധിക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ മറുപടി പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ സമഗ്രമായ ഒരു അന്വേഷണത്തിന് സർക്കാർ ഉത്തരവിടുകയാണ് വേണ്ടത്. അപ്പോൾ അതും ചെയ്യാതെ ഈ രൂപത്തിൽ ഏത് രീതിയിൽ കാരണം ഈ സംസ്ഥാന പ്രസിഡന്റിനെതിരെ ഓൾറെഡി തന്നെ വിജിലൻസിലേക്ക് പരാതി എത്തിയിട്ടുണ്ട്. ഈ പണപ്പിരിവുമായി ബന്ധപ്പെട്ട് എല്ലാം സുതാര്യമാണ്, എല്ലാം അക്കൗണ്ടബിൾ ആണ് എന്ന് സംസ്ഥാനത്തെ പ്രസിഡന്റ് പറയുമ്പോൾ, കാരണം നേരത്തെ വിജിലൻസിന്റെ മുന്നിലേക്ക് ഇത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഏത് ഏജൻസി ഇനി അന്വേഷിക്കണം? അല്ല, എനിക്ക് മനസ്സിലാകുന്നില്ല. പിണറായി വിജയൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പാണ് വിജിലൻസ്. അതിലേക്ക് വന്നിട്ട് എന്ത് നടക്കാനാണ് നമ്മുടെ സംസ്ഥാനത്ത്? നമ്മുടെ എത്രയോ അനുഭവങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. ഏറ്റവും ഒടുവിൽ മാത്യു കുഴൽനാടൻ കൊടുത്ത പരാതിയിന്മേൽ അന്വേഷണത്തിന് ഉത്തരവിട്ട കാര്യങ്ങളിലേക്ക് പോകുന്നു. വിജിലൻസ് കോടതിയിലേക്ക് വരുന്നു, വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് ആവശ്യപ്പെടുന്നു, ഒരു സർക്കാരിന് വേണ്ടി ആവശ്യപ്പെടുന്നു, ഇത് അന്വേഷിക്കാൻ പറ്റില്ല. അതല്ലേ? അപ്പൊ ഇതുപോലെ എത്രയോ കാര്യങ്ങൾ, ഞാൻ ഏറ്റവും ഒടുവിലത്തെ ഒരു കാര്യം ഇവിടെ സൂചിപ്പിച്ചതേ ഉള്ളൂ. ഇതുപോലെ എത്രയോ കാര്യങ്ങൾ നമ്മുടെ മുമ്പാകെ വന്നു, പൊതുസമക്ഷം ഈ കാര്യങ്ങൾ വന്നു. മുഖ്യമന്ത്രിയുടെ വകുപ്പ്, ആഭ്യന്തര വകുപ്പ്, അതിന്റെ ഭാഗമായുള്ള വിജിലൻസ് അന്വേഷിച്ചാൽ ഈ കാര്യങ്ങൾ പുറത്തു വരുമോ? വരില്ല. അപ്പോൾ ഷുക്കൂർ, നിയമസഭ കൂടാൻ പോവുകയാണ്. അന്ന്
9 വർഷം മുൻപ് കണ്ട രീതിയിലേക്ക് അതിൻ്റെ ഒരു തനിയാവർത്തനം അല്ലെങ്കിൽ അത് ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരുന്ന രീതിയിലേക്ക് പ്രതിപക്ഷം ഈ വിഷയത്തെ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യും? ഏത് രീതിയിൽ കേരളം ആ പ്രതിഷേധങ്ങളെ പ്രതീക്ഷിക്കണം? ഒരു സംശയം വേണ്ട, എല്ലാ പരിധി ലംഘിച്ചുകൊണ്ടുള്ളതല്ലാത്ത എല്ലാ പ്രതിഷേധവും നിയമസഭയ്ക്കകത്തുണ്ടാകും. ചട്ടങ്ങൾ ലംഘിക്കാത്ത നിയമാനുസൃതമായ എല്ലാ പ്രതിഷേധവും സഭയിൽ ഉണ്ടാക്കും. ഇത് ഒരു വലിയൊരു കൊള്ള കൂടി പുറത്തു വന്നിരിക്കുകയാണ്. സ്വർണ്ണക്കള്ളക്കടത്ത് ഒരു ഭാഗത്ത് അന്വേഷണത്തിന്റെ ഭാഗമായി കിടക്കുന്നു. സ്പ്രിംഗ്ലർ കരാറുമായി അതുപോലുള്ള കരാറുകൾ സംബന്ധിച്ച് മറ്റൊട്ടനവധി കരാറുകൾ. ഏറ്റവും ഒടുവിൽ ഇലക്ട്രിസിറ്റി ബോർഡിൽ കഴിഞ്ഞ 25 വർഷക്കാലത്തേക്കുള്ള നിയന്ത്രിതമായ വിലക്ക് ലഭിച്ചുകൊണ്ടിരുന്ന കരാർ, അതിന്റെ അടിസ്ഥാനത്തിൽ ലഭിച്ചുകൊണ്ടിരുന്ന വൈദ്യുതി വേണ്ടെന്ന് വെച്ചത് സംബന്ധിച്ചുള്ള കോടികളുടെ നഷ്ടം സംബന്ധിച്ചും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ ഈ സഭയിൽ ചർച്ച ചെയ്യപ്പെടാനുണ്ട്. ഒരുപാട് കേസ്, എത്ര കേസ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഒന്നുകൂടെ വന്നിരിക്കുകയാണ്. ഈ ഗവൺമെന്റ് കൊള്ളയ്ക്ക് വേണ്ടിയുള്ള, അഴിമതിക്ക് വേണ്ടിയുള്ള ഒരു ഗവൺമെന്റ് ആണ് എന്ന് വ്യക്തമായി തെളിയുന്ന ഒരു ഘട്ടം കൂടി വരികയാണ്. ഒരു വലിയ ആക്ഷേപം കൂടെ വന്നെത്തിയിരിക്കുകയാണ്. തീർച്ചയായും 30 സെക്കൻഡിൽ താങ്കൾക്ക് മറുപടി പറയാം. 30 സെക്കൻഡിൽ താങ്കൾ. അതായത് 30 സെക്കൻഡ്. പ്രതീക്ഷ ഈ എ ഷക്കൂർ എന്ന് പറയുന്ന സുഹൃത്തുകൂടി, അദ്ദേഹം വളരെ മാന്യനായ രാഷ്ട്രീയക്കാരാണ്. അദ്ദേഹം ഈ കുംഭകോണം പരിപാടിക്ക് തട്ടിപ്പിരുന്ന് പോകുന്നതിനാണല്ല. പക്ഷെ അദ്ദേഹം മനസ്സിലാക്കേണ്ട വസ്തുത പറയാം. ഇത് നിങ്ങൾക്ക് തന്നെ തിരിച്ചടി കിട്ടും. ഇടുക്കി ജില്ലയിലെ മിക്കവാറും 90%, 99% ബാറുടമകളുടെ കോൺഗ്രസ് അനുയായികളാണ്. അപ്പോൾ തന്നെ മനസ്സിലായില്ലേ ഈ പറയുന്ന ഓഡിയോയുടെ ഉറവിടം എവിടുന്ന്? ശരി, വ്യക്തമാണ്. 2 ടെലിഫോൺ. കുഴപ്പമില്ല, കേൾക്കാം. പറഞ്ഞോളൂ. പൂർത്തിയാക്കൂ. അപ്പൊ ഈ കോൺഗ്രസ് അനുഭാവികളായിട്ടുള്ള ബാർ ഉടമകളും കോൺഗ്രസിന്റെ തന്നെ ഈ ബാർ കോഴ സ്പെഷ്യലിസ്റ്റുകളുമായിട്ടുള്ള നേതാക്കന്മാരും തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റിലൂടെ പുറത്തു വന്ന, പിന്നെ കൂടാതെ ഒരു വിബന്ധനായിട്ടുള്ള ബാർ. ശരി, വ്യക്തമാണ്. എന്തായാലും വളരെ നന്ദി ശ്രീ റെജി ലൂക്കോസ്. ഒപ്പം തന്നെ കോൺഗ്രസ് നേതാവ് എ ഷുക്കൂർ, നേരത്തെ നമ്മൾ സംസാരിച്ച KCBCയുടെ സംസ്ഥാന പ്രസിഡന്റ് പ്രസാദ് കുരുവിള, വളരെ നന്ദി. എന്തായാലും കേരളം പുതിയ തലത്തിൽ ചർച്ച ചെയ്യാൻ പോകുന്ന ബാർക്കോഴയുടെ ഒരു 2ാം പതിപ്പ് എന്ന് വിശേഷിപ്പിക്കാൻ തരത്തിലേക്ക് ഇത് പരിണമിക്കും, ചർച്ച ചെയ്യപ്പെടും. പ്രതിപക്ഷം അത് ആയുധമാക്കും. നിയമസഭ വരാൻ പോകുന്നു. അങ്ങനെ പലതരത്തിലുള്ള ചർച്ചകളിലേക്കൊക്കെ വഴിവെക്കുന്നതായിരിക്കും ഇന്ന് പുറത്തേക്ക് വന്ന ശബ്ദരേഖയും അനുബന്ധമായി വന്ന പ്രതികരണങ്ങൾ.